കോണിലാണ് നമ്മൾ നിലമ്പൂർ രാഷ്ട്രീയം നോക്കിക്കാണുന്നത്. PV അൻവറിനെ അനുനയിപ്പിക്കാൻ നീക്കം തുടർന്ന് കോൺഗ്രസ് എന്നുള്ളതാണ്. അൻവറിന്റെ ഒതായിലെ വീട്ടിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂരിൽ മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്ന നിലപാടിലാണ് അൻവർ. നിലമ്പൂർ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് നിലമ്പൂർ മണ്ഡലം കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3:30 കോടതിപ്പടിയിലാണ് കൺവെൻഷൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ BDJS യോഗം ഇന്ന് ചേരും. CV അനുമോദം അതോടൊപ്പം തന്നെ MS അനീഷ് കുമാറും G ശ്രീജിത്തും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ഞാൻ CV അനുമോദിലേക്കാണ് പോകുന്നത്. അനുമോദ, വെരി ഗുഡ് മോർണിംഗ്. ഈ സസ്പെൻസ് ത്രില്ലറിന് ഒരു ക്ലൈമാക്സിലേക്ക് എത്താൻ ഇതുവരെയും കഴിയുന്നില്ല എന്നുള്ളതാണല്ലോ സാഹചര്യം. അൻവർ ഓരോ നിമിഷവും രാവിലെ പറയുന്നതല്ല, വൈകുന്നേരം പറയുന്നത് അതല്ല, പിറ്റേ ദിവസം പറയുന്നത്, അങ്ങനെ നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പലവിധ സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അൻവറിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് സജീവമായ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തി ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്താകുമെന്നുള്ളത് ഇനി കണ്ടറിയാം അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. നിലമ്പൂരിലെ അൻവറിൻ്റെ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യം അത് ട്വിസ്റ്റുകൾ നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മത്സരിക്കാനില്ല എന്ന് ആദ്യം പറയുന്നു, മത്സരിക്കാൻ പണമില്ലെന്ന് പിന്നീട് പറയുന്നു, മത്സരിക്കാൻ നിർബന്ധമുണ്ട്, പ്രവർത്തകർ പണം പിരിക്കുന്നുവെന്ന് ഏറ്റവും അവസാനം പറയുന്നു. മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ക്യാമ്പിലേക്ക് ഒരു അനിശ്ചിതത്വം നൽകിക്കൊണ്ട്, ഒരു സസ്പെൻസ് നൽകിക്കൊണ്ടാണ് അൻവർ തൻ്റെ സമ്മർദ്ദം തുടരുന്നത്. ഇപ്പോൾ ഇനി ഈ നേതൃത്വത്തിലുമായി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ UDFുമായിട്ട് ഒരു തരത്തിലും സഹകരിക്കാനില്ല എന്ന് അൻവർ ഇന്നലെ വ്യക്തമാക്കിയതോടെ UDFും ഇനി അൻവറുമായി ചർച്ച വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ VD സതീശൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തനായ വ്യക്തിയെന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ കരുതുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ കൂടിക്കാഴ്ച നടത്തിയത്, അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. അത് രാത്രി 11:30 ശേഷമാണ് അദ്ദേഹം ഒതായിലെ അൻവറിൻ്റെ വീട്ടിലെത്തി. ഏകദേശം 3/4 മണിക്കൂറിൽ അവർ സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് അദ്ദേഹം അൻവറിൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. രാഷ്ട്രീയമായിട്ട് ഇത് UDF ചർച്ചകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ ഘട്ടത്തിൽ VD സതീശൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ അൻവറുമായി കൂടിക്കാഴ്ച നടത്തി രാത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പല രഹസ്യ നീക്കങ്ങൾക്കുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അൻവറിനെ അനുനയിപ്പിക്കാൻ UDF നേതൃത്വം പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ലീഗ് എന്താണെങ്കിലും ഇതിൽ ഇനി ഇടപെടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക തന്നെയാണ്. ലീഗിനെ സംബന്ധിച്ച് ഇനി ചെയ്യാവുന്നതിന് പരമാവധി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും തോണി കരയ്ക്കടുപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അതിന് ലീഗ് ഇനി തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് ലീഗ് ഉള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് VD സതീശൻ്റെ വിശ്വസ്തര ഒരാളായ രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കണ്ടത് എന്ന് തന്നെ വേണം കരുതുവാൻ. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അൻവർ എന്താവും പ്രതികരിക്കാനുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറിലാണ് അറിയുക. രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഈ സമയം വരേക്കും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇടതുപക്ഷം ഇത് വലിയ തോതിൽ തന്നെ പ്രചരണായുധമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ സ്വരാജിൻ്റെ വരവോടെ മണ്ഡലത്തിൽ LDFന് ഒരു പുതിയ പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം കിട്ടുന്ന സാഹചര്യമുണ്ട്. അവിടെ അൻവർ ഉണ്ടാക്കുന്ന സമ്മർദ്ദം UDF ക്യാമ്പിൽ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അൻവർ ഉണ്ടാക്കുന്ന ഒരു സമ്മർദ്ദം UDF ക്യാമ്പിൽ പ്രകടവുമാണ്. അൻവറിനെ കുറിച്ച് ആരും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല, അൻവറിനെ കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല എന്ന നിലപാടാണ് UDFനെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഈ പുതിയ സംഭവവികാസങ്ങൾ UDF എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. കാരണം അൻവർ ഇഫക്റ്റ് അത് UDFൽ പ്രകടമാണ്. അൻവർ മത്സരിച്ചു കഴിഞ്ഞാൽ അത് UDFന് ഏറെ ക്ഷീണമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് UDF വിലയിരുത്തുന്നുണ്ട്. ആ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും UDF നടത്തുന്നു എന്ന് തന്നെ വേണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അർദ്ധരാത്രിയിലുള്ള സന്ദർശനവും അനുനയ നീക്കവും ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ. എന്നാണെങ്കിലും LDF ഇത് UDFനെതിരെ ഇതിനോടകം തന്നെ വലിയ പ്രചരണായുധമാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ സ്വരാജിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം അതിലുണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും ഈ ഒരു പ്രതിസന്ധി UDF മറികടക്കുക എന്നുള്ളത്. നേരത്തെ UDFനെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന പ്രചരണം നേരത്തെ തുടങ്ങാനായി എന്നുള്ള അവകാശവാദം. പക്ഷേ അതൊക്കെ ആ അഡ്വാൻറ്റേജുകളൊക്കെ ആ മേൽക്കൈകളൊക്കെ
അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിയാതെ പോയതോടെ നഷ്ടമാകുന്നുണ്ടോ UDF-ന് എന്ന് കരുതേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. MS അനീഷ് കുമാറിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അനീഷ്, മുഖ്യമന്ത്രി ഇന്ന് എത്തുകയാണ്, അവിടെ LDF കൺവെൻഷന് തുടക്കം കുറിക്കുകയാണ് എന്നുള്ളതാണ്. പ്രവർത്തകർക്ക് മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി ആവേശം ഇരട്ടിയാകും എന്നുള്ളതിൽ തർക്കമില്ല. പ്രചാരണം അത് ഇരട്ടി ശക്തി ആർജിക്കും. അതിനപ്പുറം ഇവിടെ ഇപ്പോൾ അൻവർ ഒരു വലിയ വിഷയമായി നിൽക്കുകയാണ്. കോൺഗ്രസിന് അൻവർ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അതിനപ്പുറം അൻവർ ഉയർത്തുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ടല്ലോ സർക്കാരിനെതിരെ. പിണറായി സത്തിനെതിരായ പോരാട്ടം എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. അപ്പോൾ അതിന് പിണറായി മുഖ്യമന്ത്രി എന്ത് മറുപടി നൽകും എന്നുള്ളത് ഇന്നത്തെ ദിവസത്തിലെ ഏറെ ആകാംക്ഷ ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല UDF-നും തക്കതായ ഒരുപാട് മറുപടികൾ നൽകാൻ മുഖ്യമന്ത്രിയുടെ പക്കൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നതും, അല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 2 വട്ടം വോട്ട് തേടിയത് PV അൻവറിനായാണ്. ആ സ്ഥാനാർത്ഥി എതിർവശത്ത് നിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഘടകം. നേരത്തെ മുതൽ തന്നെ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആദ്യ 1-2 ഘട്ടത്തിൽ മറുപടി പറഞ്ഞ് അദ്ദേഹം ഒഴിവാക്കുകയായിരുന്നു. പിന്നീട് ഈ അൻവറുമായി നേരിട്ടുള്ള ഒരു വാക്പോരിന് തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു കറിവേപ്പില പരാമർശത്തിൽ കൂടിയാണ് അൻവറിനെ ഒഴിവാക്കിയത്. CPM നേതാക്കൾ പലപ്പോഴും അങ്ങനെയാണ്. അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അൻവറിനെതിരായ വിമർശനങ്ങൾ ഇങ്ങനെ നിരന്തരമായി തുടർന്നു ിരിക്കുന്ന ഒരു സാഹചര്യം വരുത്താതെ ബോധപൂർവം സൃഷ്ടിച്ച്, അതായത് അൻവറിനെ അവഗണിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സാഹചര്യമാണ്. മറുവശത്ത് ഇപ്പോൾ സ്വരാജ് ആവട്ടെ, മറ്റ് CPM നേതാക്കളാവട്ടെ, എല്ലാവരും ഈ സർക്കാരിന്റെ 9 വർഷത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ട് നേടിത്തരും എന്നൊരു കൃത്യമായ കണക്കൂട്ടലിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഈ നിലമ്പൂരിലെ ആളുകളോട് തന്നെ ചോദിക്കാം. ഇവിടുത്തെ വരല്ല, ഞങ്ങൾ ഈ നാട്ടുകാരേ അല്ല. അല്ല, ഇവിടെ ഇലക്ഷൻ ആണെന്നുള്ള കാര്യം അറിയോ? അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മക്കറിയില്ല. അതറിയില്ല. നാട്ടുകാരാണ്, അവര് ഇക്കാര്യത്തെ പറ്റിയൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ചേട്ടാ, ഇലക്ഷനൊക്കെ എങ്ങനെയായി? ഓളമായി തുടങ്ങിയോ? ഇലക്ഷനൊക്കെ ഉഷാറായി തുടങ്ങുന്നുണ്ട്. പിന്നെ എന്തുവാ പ്രത്യേകിച്ച് പറയാം, 3 ശക്തനായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ആരെയും തള്ളാൻ പറ്റില്ല. അത്ര നമുക്ക് പറയാനുള്ളൂ. അൻവർ രാജിവെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇലക്ഷൻ എത്തിയത്, അല്ലേ? അൻവറിനെ വോട്ട് ചെയ്തവരാണോ നേരത്തെ? അൻവർ നോട്ട് ചെയ്തവരൊക്കെയാണോ നേരത്തെ? അങ്ങനെയൊന്നുമില്ല. അൻവർ രാജിവെച്ചത് ശരിയായെന്ന് തോന്നുന്നുണ്ടായിരുന്നോ, അതോ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായി എത്തിയ തെരഞ്ഞെടുപ്പാണ്? അങ്ങനെ ഉണ്ട്, ജനങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. അനാവശ്യമായ തെരഞ്ഞെടുപ്പാണെന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോ മുഖ്യമന്ത്രിയൊക്കെ കളത്തിലെത്തുവാണ്. ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ വരുന്നുണ്ട്. ആവേശത്തിലേക്ക് കടന്നു. ആവശ്യത്തിൽ കടന്നു. ഈ അൻവർ മത്സരിക്കുവോ ഇല്ലയോ എന്നുള്ള സംശയം അൻവർ ഇപ്പൊ മത്സരിക്കണമെന്നില്ല എന്നാ പറയുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കരുതുന്നത്? ശരിക്കും മത്സരിക്കുമെന്നാണോ? അല്ല, മത്സരിക്കുന്നില്ല എന്നാ കേൾക്കുന്നത്. ഇതാണ് ആളുകൾക്കും ഒരു വ്യക്തതയില്ല. കാരണം അവരുടെ MLA ആയിരുന്നു. മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടുള്ളത്. ചേട്ടാ, ഇലക്ഷനൊക്കെ എവിടെ വരെയായി? ഓളൊക്കെ ആയി തുടങ്ങിയോ? തുടങ്ങി. ഇവിടെ ബാലമാപ്പട്ടി ജയിക്കാതെ. ആരേക്കും? പാപ്പട്ടി ജയിക്കാതെ. അൻവർ മത്സരിക്കുമോ? അൻവർ മത്സരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അൻവർ മത്സരിച്ചാൽ എങ്ങനെയാവും സാധ്യതകള്? അൻവർ മത്സരിക്കുവാണോ എങ്ങനെയാവും സാധ്യതകള്? കണക്കാ. അയാളെ കാര്യം കണക്കാരെ ആണോ? അയാളൊക്കെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അയാൾ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ പറയാൻ കാര്യം? അയാളെ നിന്നിട്ട് കാര്യമില്ല. അതന്നെ അയാളെങ്ങനെ കാട്ടിക്കൂട്ടില്ല. അല്ല, 2 തവണ കൂടെ MLA ആയിരുന്നു. അതൊന്നും കാര്യമില്ല. അയാളിന് MLA നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇല്ല, അയാൾ മത്സരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മത്സരിച്ചോട്ടെ, നല്ല കാര്യമില്ല. എന്നാലും നിങ്ങൾക്ക് ഒരു കുഴപ്പം വരില്ല? ഒരു കുഴപ്പം വരില്ല. വലിയ ഭൂരിപക്ഷം ജയിക്കും. ഒരു വർഷം ജയിക്കും. ഈ സ്വരാജ് വന്നേക്കുന്നത് നിങ്ങളെ ബാധിക്കില്ലേ? എന്ത് ബാധിക്കും? എന്താ, സ്വരാജ് വല്ല കരുത്തനായ ആളല്ലേ? അതൊന്നും കാര്യമില്ല. ആയൊക്കെ തോറ്റി. ഇതാണ് നാട്ടുകാരായ ആളുകളിലേക്ക് തെരഞ്ഞെടുപ്പ് ആവേശം മെല്ലെ മെല്ലെ എത്തി തുടങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആളുകളുടെ പ്രതികരണങ്ങളിൽ മനസ്സിലാവുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് കളത്തിലെത്തുമ്പോൾ LDF ക്യാമ്പ് വലിയ ആവേശത്തിലാവും. ഇന്നലെ ആണ് LDFന്റെ സ്ഥാനാർത്ഥി M സ്വരാജ് മണ്ഡലത്തിലേക്ക് എത്തിയത്. വലിയ സ്വീകരണം, ആവേശകരമായ വരവേൽപ്പാണ്. അതായത് അദ്ദേഹം ഷൊർണൂരിൽ നിന്നും ട്രെയിൻ കയറിയപ്പോൾ മുതൽ ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിക്കാനായി LDF പ്രവർത്തകർ തിങ്ങിക്കൂടി നിൽക്കുന്ന കാഴ്ച. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അദ്ദേഹത്തിന് ആവേശോജ്വല സ്വീകരണം നൽകി. വലിയ റോഡ് ഷോ, അതായത് ഉച്ചതിരിഞ്ഞാണ് റോഡ് ഷോ നിശ്ചയിച്ചെങ്കിൽ പോലും രാവിലെ അദ്ദേഹം സ്ഥലത്തെത്തിയ
എത്തിയ സമയം മുതൽ ഒരു റോഡ് ഷോ ആയി അദ്ദേഹത്തിന്റെ യാത്ര മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം മറുവശത്തും അതേ ആവേശം പ്രകടമായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോയിരുന്നു. ആ പത്രികാ സമർപ്പണത്തിനായുള്ള ഇറക്കം, ആ യാത്രയും ഒരു വലിയ ആവേശകരമായ റോഡ് ഷോ ആയി മാറുന്നു. മണിക്കൂറുകളോളം ഈ ചെറുപട്ടണം ഗതാഗതക്കുരുക്കിലാവുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മറുവശത്ത് BDJSന്റെ സ്ഥാനാർത്ഥി ഇന്നെത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പോൾ 3 മുന്നണികളും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. അവസാനവട്ട അനുനയ നീക്കങ്ങൾ അൻവറുമായി കോൺഗ്രസ് നടത്തുന്നു. ഒരുപക്ഷെ അൻവർ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ആവേശകരമാക്കുന്ന ഒരു ഘടകം. ഇന്നലെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്ന് രാവിലെ പറയുന്നു, ഉച്ചതിരിഞ്ഞുണ്ടെന്ന് പറയുന്നു. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള അനുനയ നീക്കങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം ഇന്നെങ്കിലും എത്തുമോ, അല്ലെങ്കിൽ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന നിമിഷം വരെ ആ സസ്പെൻസ് തുടരുമോ എന്നത് തന്നെയാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ാണ് ഇടത് വലത് മുന്നണികളുള്ളത്. മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടുകൂടി ഇടത് ക്യാമ്പിന്റെ ആവേശം ഇരട്ടിയാകും. എന്നാൽ തങ്ങൾ പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണ് എന്നുള്ളത് UDF ക്യാമ്പും അവകാശപ്പെടുന്നു. പക്ഷേ ഈ ചിത്രത്തിലൊന്നുമില്ലാത്ത ആളുകളാണ് NDA ക്യാമ്പ്. അവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഇനിയിപ്പം NDAക്ക് വേണ്ടി തന്നെ ഒരു സ്ഥാനാർത്ഥിയെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം പോലും എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശ്രീജിത്ത് നമുക്കൊപ്പം കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അവിടെ BDJSന്റെ യോഗം ഇന്ന് ചേരുകയാണ്. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാമോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള സാധ്യത തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നാളെയാണ് ഈ നോമിനേഷൻ നൽകേണ്ട അവസാന തീയതി. പന്ത് BDJSന്റെ കോർട്ടിലേക്കാണ് BJP തട്ടിയിട്ടിരിക്കുന്നത്. അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണം BDJS ആണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചിട്ടുള്ള പാർട്ടി എന്നുള്ളതാണ്. 2016 ഏതാണ്ട് 12,000 വോട്ടാണ് അവർക്ക് ലഭിച്ചത്. BJP സീറ്റ് ഏറ്റെടുത്ത് മത്സരിച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8,000 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. ഇതാണ് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വിശദീകരണം. എന്നാലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് BJPക്ക് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് NDAക്ക് പോലും താല്പര്യമില്ല എന്നുള്ളത് ഏതാണ്ട് കൃത്യമായി വ്യക്തമാക്കിയതാണ് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. പ്രത്യേകിച്ച് ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ്. BJPയുടെ ഫോക്കസ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നതിനിടെ തങ്ങൾക്ക് സ്വാധീനമില്ലാത്തൊരു മണ്ഡലത്തിൽ എന്തിനു മത്സരിക്കണം എന്ന ആശങ്കയും സംശയവും ഒക്കെ തന്നെയാണ് BJP നേതൃത്വത്തിലുള്ളത്. BJP BDJSനോട് മത്സരിക്കാൻ പറഞ്ഞെങ്കിലും അവർക്കും ഇത്തരത്തിലുള്ള പലതരം താല്പര്യക്കുറവുണ്ട്. എന്തായാലും ഇന്ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യങ്ങൾ ആലോചിച്ച് ഒരു അന്തിമമായ വ്യക്തത വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മത്സരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്നടക്കം BJP ഒരു ദേശീയ പാർട്ടിയാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ബഹിഷ്കരിക്കുന്നത്? വളരെ ചെറിയ വോട്ടുകൾ കിട്ടിയ കാലത്ത് പോലും BJP മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഉചിതമല്ല എന്ന വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതാണ് BJP ഒരല്പം സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് BDJSന്റെ യോഗമുണ്ട്. ഈ യോഗത്തിൽ BDJS നേതാക്കളുടെ കൂടി അഭിപ്രായം പരിഗണിച്ച ശേഷമായിരിക്കും ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുക. ഇന്ന് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിലൊരു വ്യക്തത വരും. എന്തായാലും സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഗിരീഷ് മേക്കാട്ട് BJPയുടെ BDJSന്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ മത്സരിച്ചേക്കുമെന്നുള്ള സൂചന കഴിഞ്ഞ ദിവസം തന്നെ മലപ്പുറത്ത് നിന്ന് അനുമോദ് ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ നൽകുകയും ചെയ്തതാണ്. എന്തായാലും ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു വ്യക്തത വരും. ആര്യ, തീർച്ചയായും എന്തായാലും NDA സ്ഥാനാർത്ഥിയെ ഇന്ന് അറിയാം എന്നുള്ളതാണ് പ്രതീക്ഷ നമ്മൾ വെക്കുന്നത്. ഉച്ചയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോട്ടയത്ത് BDJSന്റെ യോഗം ഇന്ന് ചേരുകയാണ്. നേരത്തെ തന്നെ നമ്മൾ സൂചനകൾ നൽകിയിരുന്നു. BDJSന്റെ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്ടിനാണ് സാധ്യത ഉള്ളത് എന്നുള്ളത്. നമുക്ക് കണ്ടറിയാം എന്താകും NDA ക്യാമ്പിൽ നിന്നുള്ള ഇനിയുള്ള നീക്കങ്ങൾ എന്നുള്ളത്. CV അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനുമോദ്, ഇതിപ്പോൾ അൻവർ ഇന്ന് 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസവുമാണ്. രഹസ്യ യോഗങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്, അതോ അൻവറിനെ അനുനയിപ്പിച്ച് കൂട്ടിലാക്കാൻ UDFന് സാധിക്കും എന്നുള്ളതാണോ? ഇന്നലെ നടന്ന യോഗമല്ല ചർച്ചയൊക്കെ ഫലം കണ്ടു അതോ ഫലം കണ്ടില്ല? ഏത് അനുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ട് ഈ ഘട്ടത്തിൽ?
അൻവർ തന്റെ നാടകീയ നീക്കങ്ങൾ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുകയില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. രാവിലെ അൻവർ തന്റെ രാഷ്ട്രീയമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കും, ചർച്ചകൾ കുറച്ചുകൂടി പറയും, പ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നതിനെ കുറിച്ച് പറയും. അതിനുശേഷം നാളെ വരെ സമയമുണ്ടല്ലോ എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കണ്ടതിനെ കുറിച്ചും അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്. അതേപ്പറ്റി എങ്ങനെ പറയുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ നീക്കത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ആണ് സംസാരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ മയപ്പെടുന്നതിൻ്റെ സൂചനകളാവാം. അതല്ല അതിനെ പരിഹസിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് അൻവർ ഈ പറയുന്ന രീതിയിൽ മത്സരവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ നാളെ രാവിലെയാകും അൻവർ ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് പ്രഖ്യാപിക്കുക. ഒരുപക്ഷെ ഈ നാളെ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് അവിടെ നിന്ന് തന്നെ റോഡ് ഷോ ആയിട്ട് വന്ന് പത്രിക സമർപ്പിക്കുന്ന തരത്തിലേക്ക് നീക്കം ഉണ്ടാവാനും സാധ്യതയുണ്ട്. എന്നാൽ 5-ാം തീയതി വരെ പത്രിക പിൻവലിക്കാനുള്ള സമയമുള്ളതുകൊണ്ട് അത്രയും ദിവസം ഈ വിഷയം സജീവമായിട്ട് നിലനിർത്താനുള്ള സാധ്യതയും അൻവറിന് മുമ്പിൽ ശേഷിക്കുന്നുണ്ട്. ആ പത്രിക സമർപ്പിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം പത്രിക പിൻവലിക്കുമ്പോഴേക്കും ആ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അൻവറിൻ്റെ ഭാഗത്ത് നമുക്ക് ഏത് തരത്തിലുള്ള നീക്കവും പ്രതീക്ഷിക്കാം. കാരണം അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഏറ്റവും വലിയ ഒരു പരീക്ഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അൻവറിൻ്റെ നിലപാടുകൾ മാറി മാറി വരുന്നതും അൻവറിൻ്റെ അതെല്ലാം തന്നെ UDF-ലേക്കുള്ള തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കുള്ള ഒരു വഴിയിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം കാണുവാൻ. അൻവർ രാവിലെ 10 മണിക്ക് എന്തെല്ലാം പറയുമെന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കണം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള കാര്യങ്ങളാകാം അദ്ദേഹം പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ.